ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പവർ റിച്ച് മാർക്കറ്റിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ പവർ റിച്ച് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഒരു പ്ലാന് വളരെ ഹ്രസ്വമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഈറോഡാണ്. കമ്പനിയുടെ MD നാച്ചിപ്പൻ എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തിയാണ്. ഈറോഡ് ഭവാനി മെയിൻ റോഡ് ലക്ഷ്മി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കമ്പനി വരുന്നത്. 4 വർഷം മുമ്പ് ഡോളർ വേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് കമ്പനി മുന്നോട്ട് വെച്ചത്. അതായത് നമ്മുടെ നാട്ടിൽ കുടുംബശ്രീ ഒക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ അവരുടെ നാട്ടിൽ കൂട്ടായ്മയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ഉൽപ്പന്നങ്ങൾ അവരിലൂടെ സെയിൽ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു സംരംഭമാണ് 4 വർഷം മുമ്പ് അവർ തുടക്കം കുറിച്ചത്. അത് പിന്നീട് വലിയൊരു ഇ-കൊമേഴ്സ് കൺസെപ്റ്റായിട്ട് മാറുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഇ-കൊമേഴ്സ് തന്നെയാണ് വീണ്ടും ഇനി ഒന്നും കൂടി വിപുലമായിട്ട് ഇ-കൊമേഴ്സ് ഏതാണ്ട് ഏപ്രിൽ അവസാനത്തോടു കൂടി വരാൻ പോവുകയാണ്. ആ ഈ കമ്പനിയുടെ ഡോളർ വേ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഒരു പുതിയ പ്രോജക്റ്റാണ് പവർ റിച്ച് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇത് മെയിനായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇ-കൊമേഴ്സ്, അതുപോലെ തന്നെ യൂട്ടിലിറ്റി സർവീസുകൾ, മൊബൈൽ റീചാർജ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുക, ഇങ്ങനെയുള്ള യൂട്ടിലിറ്റി സർവീസുകളാണ് മെയിനായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഈ കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത് 149 രൂപ കൊടുത്തിട്ട് കമ്പനിയിൽ ഒരാൾ ജോയിൻ ചെയ്യുക എന്നതാണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ലഭിക്കുന്നത് ഒരു റീചാർജ് പോർട്ടലും അതിനോടൊപ്പം തന്നെ പവർ റിച്ച് മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയിൽ ഒരു മെമ്പർഷിപ്പുമാണ് ഇയാൾക്ക് ലഭിക്കുന്നത്. ഈ 149 രൂപ നമ്മൾ കമ്പനിയിലേക്ക് പേ ചെയ്യുമ്പോൾ കമ്പനി ആ 149 രൂപ കൊണ്ട് 19 രൂപ കമ്പനി എടുക്കുകയും 50 രൂപ സ്പോൺസർക്ക് ഡയറക്റ്റ് റെഫറൽ ബോണസായിട്ട് സ്പോൺസർക്ക് കൊടുക്കുകയും 3 രൂപ വീതം 20 ലെവലിലേക്ക് ഡിവൈഡ് ചെയ്യുകയും അതിൽ നിന്ന് 1 രൂപ വീതം 20 ലെവലിലേക്ക് ഇൻസെൻറ്റീവ് ബോണസായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് 149 രൂപ കൊണ്ട് കമ്പനി ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ജോയിൻ ചെയ്തു, എന്നിട്ട് നമ്മൾ ഒരാളെയും കൊണ്ടുവന്നില്ല. നമ്മൾ അല്പം പഠിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് സാവകാശം നമ്മൾ കാത്തിരുന്നാൽ ഇവിടെ സംഭവിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ഓട്ടോ ഫില്ലിംഗ് 2 മെട്രിക്സ് ഓട്ടോ ഫില്ലിംഗ് പ്ലാനാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരുന്നാൽ നമ്മളുടെ താഴെ ആളുകൾ ഒന്ന് ഫില്ലായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരാളെയും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും ആളുകൾ വന്ന് ഫില്ലാവും. ഇതിൻ്റെ പ്ലാൻ അങ്ങനത്തെ ഒരു പ്ലാനാണ്. ഇപ്പം സാധാരണ നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, നമ്മൾ മേലോട്ട് നോക്കിയിരുന്നാൽ എന്താ ഉണ്ടാവുക? നമ്മളവിടെ ഇങ്ങനെ ഇരിക്കലുണ്ടാവുള്ളൂ. 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ മേലോട്ട് നോക്കിയാൽ തല താഴോട്ട് താഴ്ത്തുമ്പോഴത്തേക്കും താഴെ ആൾ വന്നിട്ടുണ്ടാവും. അത്രയും ഫാസ്റ്റായിട്ട് ഓട്ടോ ഫില്ലിംഗ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ളൊരു വിവരണം എന്ന് പറയുന്നത്. ഇനി അതായത് ഓട്ടോ ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അപ്ലൈനോ അല്ലെങ്കിൽ അപ്ലൈനോ ആളെ കൊണ്ടുവന്നാലും അവർ നമ്മളുടെ താഴെ വന്നിട്ട് സ്പേസുള്ള ഭാഗത്ത് പ്ലേസ് ആവും. എവിടെയാണോ സ്പേസ് ഉള്ളത് അവിടെ എന്താവും? പ്ലേസ്മെൻ്റ് ആവും. എന്ന് വെച്ചാൽ ഈ അപ്ലൈനും ഇവരൊക്കെ 2 ഡയറക്റ്റ് റെഫറൽ കൊണ്ടുവന്നാൽ കിട്ടുന്ന ഇൻസെൻറ്റീവ് 3 രൂപയും, അതല്ലെങ്കിൽ 10 അതിൽ കൂടുതലോ വ്യക്തികളെ കൊണ്ടുവന്നാൽ 3 രൂപയ്ക്ക് പകരം കിട്ടുന്ന 4 രൂപ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് 10, 15, 20, 30 ഒക്കെ ആളുകളെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഈ കൊണ്ടുവരുന്ന വ്യക്തികൾ ഗ്യാപ്പുള്ള സ്ഥലത്ത് പോയിട്ട് പ്ലേസ് ആവുകയാണ്. ഈ ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? ഓട്ടോ ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ്. ഈ ഓട്ടോ ഫില്ലിംഗ് സിസ്റ്റം ചെയ്യുന്നത് കമ്പനി നേരിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വ്യക്തികൾ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയും പ്ലേസ് ചെയ്ത് കൊടുക്കുന്നതല്ല. കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ 20 ലെവലുകളിൽ നിന്നാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. എന്നുവെച്ചാൽ 20 ലെവലുകളിൽ നിന്നും 3 രൂപ വീതം നമുക്ക് ലഭിക്കുമ്പോൾ ഏതാണ്ട് 62 ലക്ഷത്തിലധികം രൂപ ഉണ്ടാകും. അതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന ഇവിടുത്തെ ഒരു കണക്കിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് റെഫറലായി 10 അതിൽ കൂടുതലോ പേരെ കൊണ്ടുവരാൻ കഴിഞ്ഞാലോ നമുക്ക് ലഭിക്കുന്നത് 62 ലക്ഷം എന്നുള്ളതിന് പകരം 83 ലക്ഷം രൂപയാണ് ലഭിക്കുക. 10 അതല്ലെങ്കിൽ 10ൽ കൂടുതലോ ആളുകളെ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ 83 ലക്ഷം രൂപ. ഓക്കെ, ഇങ്ങനെ
ഒരു കൃത്യമായ മെട്രിക്സിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റേത് കൺസെപ്റ്റ് ഉണ്ട്? ഇനി ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് എന്ന് പറയുന്നത് റീജനറേഷൻ ഇൻകം എന്ന് പറയുന്നതാണ്. ഇതിനകത്തുള്ള മറ്റൊരു അട്രാക്റ്റീവാണ് റീജനറേഷൻ ഇൻകം. എന്താ റീജനറേഷൻ ഇൻകത്തിൻ്റെ പ്രത്യേകത? അതായത് നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ റെഫറൽ കൂടിയോ അതല്ലെങ്കിൽ ലെവലിൽ കൂടിയോ അതല്ലെങ്കിൽ ഇൻസെൻറ്റീവിൽ കൂടിയോ മറ്റോ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് അതിൻ്റെ 15% നമ്മുടെ ഡാഷ്ബോർഡിലുള്ള റീജനറേഷൻ വാലറ്റിലേക്ക് കമ്പനി മാറ്റിവെക്കും. എന്നിട്ട് എപ്പോഴാണോ ആ റീജനറേഷൻ വാലറ്റിൽ അവിടെ 149 രൂപ ആവുന്നത്, ആ സമയത്ത് നമ്മുടെ ഐ ഡി റീജനറേഷൻ ആവുകയും ആ സമയത്ത് സ്പോൺസർഡ് ഐ ഡിയിലേക്ക് വീണ്ടും ഒരു 50 രൂപ റഫറൽ ഇൻകമായിട്ട് വീണ്ടും ലഭിക്കും. നേരത്തെ റഫറൽ ഇൻകം 50 രൂപ ലഭിച്ചതാണ്. അതിന് പുറമെ വീണ്ടും എന്ത് ചെയ്യും? റീജനറേഷൻ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് 50 രൂപ റഫറൽ ഇൻകമായിട്ട് വീണ്ടും ലഭിക്കും. 3 രൂപ ലെവൽ ഇൻകമായിട്ടും കിട്ടും. മുകളിലോട്ടുള്ള 20 ലെവലിലേക്ക് പിന്നെ ഇത് കിട്ടും 3 രൂപ വീതം. അതായത് പ്രസ്തുത ഐ ഡി തൊട്ട് 20 ലെവലിലേക്ക് മേലോട്ട് 20 ലെവലിലേക്ക് വീണ്ടും 3 രൂപ വീതം കിട്ടുകയും ചെയ്യും. ആ വ്യക്തി 10 റെഫറൽ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലോ, അത്രയും ആളുകൾ 10 റെഫറൽ പൂർത്തിയാക്കിയിട്ടുള്ള വ്യക്തികളാണെങ്കിലോ അവർക്ക് 3 രൂപ എന്നത് 4 രൂപ വീതം കിട്ടുകയും ചെയ്യും. ഈ ഒരു രീതി വേറെ ഒരു നെറ്റ്വർക്കിനകത്തും ഒരു കൺസെപ്റ്റിനകത്തും നിലവിൽ ഇന്ന് ഇല്ല. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. നമ്മളുടെ താഴെ 10 ആളുകളുണ്ട് എന്നിരിക്കട്ടെ. ആ 10 പേരുടെയും ഐ ഡി റീജനറേറ്റ് ആകുമ്പോൾ 10 തവണ റീജനറേഷൻ നടക്കും. അവിടെ 10 തവണ റീജനറേഷൻ നടക്കുമ്പോൾ 10 തവണ നമുക്ക് റീജനറേഷൻ ഇൻകം ലഭിക്കും. അപ്പോൾ 100 പേരുണ്ടെങ്കിലോ ആ 100 പേർക്കും 100 പേരുടെയും ഐ ഡി റീജനറേറ്റ് ആയാലോ അപ്പോൾ അത്രയും ഇൻകം ഇതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ അവസരം ഇവിടെയുണ്ട്. ഏത് കമ്പനിക്കാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉള്ളത്? ഏത് കമ്പനിക്കാണ് ഇങ്ങനെ ഒരു ഇൻകം നൽകാൻ കഴിയുക? ഇനി 399 ഒരു പ്ലാൻ ഉണ്ട് കമ്പനിക്ക്. 399 രൂപൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ 399 നിന്നും നമുക്ക് ലഭിക്കുന്നത് 100 രൂപയാണ് റഫറൽ ഇൻകമായിട്ട് ലഭിക്കുന്നത്. ലെവൽ ഇൻകമായിട്ട് 12 രൂപയും ലഭിക്കും. നേരത്തെ 3 രൂപ ലഭിച്ച സ്ഥാനത്ത് ഇവിടെ ലെവൽ ഇൻകമായിട്ട് 12 രൂപയാണ് ലഭിക്കുന്നത്. അങ്ങനെ 20 ലെവലിലേക്ക് 12 രൂപ വീതം കിട്ടും. പക്ഷേ ഇവിടെ കമ്പനി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് 399 രൂപ ചിലവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളുടെ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യണ്ട, അല്ലെങ്കിൽ നിങ്ങൾ 399 രൂപേൻ്റെ പ്ലാൻ എടുക്കണ്ട. മറിച്ച് എന്താ ചെയ്യേണ്ടത്? എപ്പോഴാണോ നിങ്ങളുടെ വാലറ്റിൽ 800 രൂപ വരുന്നത്, ആ 800 രൂപ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഐ ഡി എന്ത് ചെയ്യണം? നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം, 399 അപ്ഗ്രേഡ് ചെയ്യണം എന്നാണ് കമ്പനിയുടെ MD നമ്മോട് പറയുന്നത്. 399 ഈ പ്ലാനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 2.5 കോടി രൂപയായിരിക്കും. പക്ഷേ ഈ 2.5 കോടി രൂപ ലഭിക്കാൻ അല്പം താമസം ഉണ്ടാവും. കാരണം എന്താണ്? എല്ലാവരുടെയും ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അല്പം സാവകാശം വരും, കാത്തിരിക്കണം. കാരണം MD എന്ത് ചെയ്യാൻ ഞാൻ പറയുന്നില്ല എല്ലാവരോടും 399 ഐ ഡി എടുത്തോളൂ അതല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തോളൂ എന്ന് പറയുന്നില്ല. അങ്ങനെ MD പറയാത്തത് കൊണ്ട് തന്നെ അതിനല്പം സാവകാശം ഉണ്ടാവും. അപ്പോൾ ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലാനാണ് നമ്മുടെ മുന്നിലുള്ളത്. കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.